ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പീച്ചിങ്ങ കറിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ പീച്ചിങ്ങ തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്താണ്. ഈ വലുപ്പത്തിലാണ്, ഈ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. കറി തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. നമ്മൾ പീച്ചിങ്ങ നല്ലപോലെ കഴുകി വെച്ചതാണ് ചേർക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഈ പീച്ചിങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ്. പീച്ചിങ്ങ വെന്ത് തുടങ്ങുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ മതി ഇത് വെന്ത് വരാൻ. ഇപ്പോൾ പീച്ചിങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫാക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫാക്കാം. ഒരു 2 മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ പീച്ചിങ്ങ കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.